നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ തിരിച്ചടി നൽകിയിരുന്നു. അതിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ സംസ്കാര ചടങ്ങിലാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ ഉന്നത സൈനിക സർക്കാർ പ്രതിനിധികൾ പങ്കെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. രാജ്യത്തിന്റെ മണ്ണ് ഭീകരവാദത്തിന് ഉപയോഗിക്കുന്നില്ല എന്നാണ് പാകിസ്ഥാൻ ആവർത്തിച്ചിരുന്നത്. പാകിസ്ഥാന്റെ ആ അവകാശവാദമാണ് ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നത്. ലഷ്കർ-ഇ-തോയ്ബ കമാൻഡർ അബു ജുണ്ടാൽ എന്നറിയപ്പെടുന്ന മുദാസർ ഖാദിൻ ഖാസിന്റെ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ടാണ് ഇവർ എത്തിയതെന്നാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ട്. നരോവൽ ജില്ലയിലെ മുരുത്കയിലെ മർക്കസ് തോയ്ബയ്ക്ക് നേരെ ഇന്ത്യ നടത്തിയ ആക്രമണത്തിലാണ് ഇയാൾ കൊല്ലപ്പെട്ടത്. ഇന്ത്യൻ ആക്രമണങ്ങളിൽ വകവരുത്തിയ 5 പ്രധാന ഭീകരരിൽ ഒരാൾ കൂടിയാണ് ജുണ്ടാൽ. ലഷ്കർ-ഇ-തോയ്ബയുടെ ശക്തി കേന്ദ്രമെന്നറിയപ്പെടുന്ന നരോവൽ മേഖലയിൽ സർക്കാർ സ്കൂളുകളിലായിരുന്നു ജുണ്ടാലിന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നത്. ഇവിടെ പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ അസീം മുനീറിനും പഞ്ചാബ് മുഖ്യമന്ത്രി മറിയം നവാസിനും വേണ്ടി പുഷ്പചക്രങ്ങൾ അർപ്പിക്കപ്പെട്ടിരുന്നു എന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. ആഗോള ഭീകരനും ലഷ്കർ-ഇ-തോയ്ബ നേതാവുമായ ഹാഫിസ് അബ്ദുൾ റൌഫിന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങിൽ ലാഹോറിലെ കോപ്സ് കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ ഫയാസ് ഹുസൈൻ ഷാ, 11 ഇൻഫൻട്രി ഡിവിഷണൽ GOC ബ്രിഗേഡിയർ മുഹമ്മദ് ഖുർഖാൻ ഷബീർ, 15 ഹൈമക് ബ്രിഗേഡ് കമാൻഡർ ഡോക്ടർ ഉസ്മാൻ അൻവർ, പഞ്ചാബ് പ്രവിശ്യ അസംബ്ലി അംഗം മാലിക് സൊഹൈബ് അഹമ്മദ് ഫേർത്ത് എന്നിവരും സന്നിഹിതരായിരുന്നു. കൊല്ലപ്പെട്ട ലഷ്കർ-ഇ-തോയ്ബയുടെ മറ്റൊരു നേതാവ് ഖാലിദ് എന്ന അബു അക്സ്നയുടെ ഫൈസലാബാദിൽ സംസ്കാര ചടങ്ങിലും പാകിസ്ഥാൻ ആർമിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും ഫൈസലാബാദ് ഡെപ്യൂട്ടി കമ്മീഷണറും പങ്കെടുത്തതായും റിപ്പോർട്ടുകൾ പറയുന്നു. ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ മൂത്ത ഭാര്യ സഹോദരനും ബഹാവൽപൂരിലെ മർക്കസ് സുബഹാനല്ലയുടെ ചുമതലയുള്ള ഹാഫിസ് മുഹമ്മദ് ജമീൽ, മസൂദ് അസറിന്റെ മറ്റൊരു ഭാര്യ സഹോദരനായ ഉസ്താദ് എന്നറിയപ്പെടുന്ന മുഹമ്മദ് യൂസഫ് അക്സർ എന്നിവരാണ് ഇന്ത്യൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മറ്റു പ്രമുഖ ഭീകരർ. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ നടത്തിയ പ്രത്യാക്രമണത്തിൽ 35-നും 40-നും ഇടയിൽ പാക് സൈനികർ മരിച്ചിട്ടുണ്ടാകാമെന്നാണ് ഇന്ത്യൻ സൈന്യം പ്രതികരിക്കുന്നത്. പാകിസ്ഥാൻ അധിനിവേശ ജമ്മു കാശ്മീരിലെ 9 ഭീകരവാദ കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തത്. 100-ലധികം ഭീകരരെ വധിക്കുകയും ചെയ്തു. 3 സേനകളുടെയും DGOമാരും നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ഇത് അറിയിച്ചിരുന്നത്. ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായ്, എയർ മാർഷൽ AK ഭാരതി, വൈസ് അഡ്മിറൽ AN പ്രമോദ് തുടങ്ങിയവരാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത്.